എന്താടാ? എനിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്ന് അമ്മ അച്ഛനോടൊന്ന് പറയണം. അതെന്താ? എന്റെ പൊന്നമ്മച്ചിയും പെങ്ങളെയും അച്ഛനും ഒന്നും സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അതിനുമ്പ് മറ്റൊരു പെണ്ണെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അതിൽ നീ വിഷമിക്കണ്ട മോനെ. ഇത്രയും കാലം നീ ഞങ്ങളെ സ്നേഹിച്ചില്ലേ, ഇനിയിപ്പോ സ്നേഹം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ അച്ഛാ, കല്യാണം കഴിഞ്ഞാ പാതി സ്നേഹം കെട്ടുന്ന പെണ്ണിന് പോകുന്ന. ഓ അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ച് പരിചയമില്ലേ. എടീ, നീ ചിരിക്കൊന്നും വേണ്ട. ഈ സ്ഥിതി നിനക്ക് വരുമ്പോ നീ അനുഭവിച്ചോളൂ. ഇതൊക്കെ പോട്ടെ, പ്രായമായ ഒരു പെണ്ണിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ കല്യാണം കഴിച്ച നാട്ടുകാരെന്തോ പറയും? ഞാൻ നിൽക്കുന്നതായിരുന്നു ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ ഇരുന്നോളാം. നീ എന്താണ് ചിരിച്ച്? അല്ല കോമഡി അല്ലേ? നിനക്ക് ചിരിക്കാൻ പറ്റിയ കോമഡി ഒന്നും ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടില്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാ. ഇനിയിപ്പൊ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്രകാരം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചൊന്നു തന്നെ ഇരിക്കട്ടെ. വരുന്ന പെണ്ണ് കുടുംബസ്നേഹം ഇല്ലാത്തവളാണെങ്കിൽ ഞാനൊരു കുടുംബദ്രോഹിയായി പോയില്ല അച്ഛാ. അവളുടെ തലേണ മന്ത്രം കേട്ട് എന്റെ മനസ്സെങ്ങാനും മാറി ഇന്നരെയും അമ്മയും അച്ഛനെയൊക്കെ ഞാൻ വെറുക്കാന്ന് വെച്ചാ എനിക്ക് അത് ചിന്തിക്കാൻ കൂടി വയ്യ. വളരെ ശരിയാ. അമ്മായി അമ്മയെ ചുട്ടുകരിച്ചു, അമ്മായി അച്ഛന് വിഷം കൊടുത്തു, ഭർത്താവിനെ ചെലവയ്ക്കടിച്ചു, നാത്തൂന്റെ കല്യാണാലോചന മുടക്കി. അങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോ പത്രത്തിൽ ഇന്റെ കാലമായിട്ട് അങ്ങനെ. ഇനി ഈ കാര്യങ്ങൾ സംസാരിച്ചാണ്ടല്ലോ ഞാൻ ചെലവെടുത്ത് നിന്റെ തല അടിക്കും. പോടായിരുന്നു അങ്ങോട്ട് പോടാ. അമ്മേ, അമ്മയെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കണം. മോനെ, എല്ലാം കൊണ്ടും ഒത്തുകിട്ടിയ ഒരു ബന്ധമായത്. ഞങ്ങൾ ഒരുപാട് മോഹിച്ചിരിക്കുക. നീ എതിരൊന്നും പറയരുത്. അമ്മ പറയുന്നത് കേൾക്കൂ ജയ. ഇറങ്ങിക്കോ. ഇതാണ് വീട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ചുമ്മാ അതിരി മോനെ. കൊല്ലം കുറെ ഈ തമ്മനം അറിയാമ നാടകം കളിക്കാൻ തുടങ്ങിട്ട്. പിന്നെ ഇന്ന് വട്ടം ചവിട്ടാതെ പറഞ്ഞ കാശെടുത്തു വെക്കാൻ. അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് പറയും? ഉണ്ണി. അത് ഞാൻ. ജയൻ. ആ ജയൻ. തന്തപ്പടി സങ്കടം അല്പം കൂടിയാലും വേണ്ടൂല, ഒട്ടും കുറഞ്ഞു പോരുത്. എന്താ ഇത്? ഡയലോഗ്. ഡയലോഗ് ഇതൊരു പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞൊന്നുപോലെ ഒപ്പിച്ചല്ലേ. ജയ, ഉണ്ണിയുടെ മിടുക്ക് നീ ഒരിക്കൽ കൂടി അറിയാൻ പോകുന്നു. അങ്കിൾ. ആരാ? അയ്യോ, എന്താ എന്താ കാര്യം? രാധിക ഇവിടെ ഇല്ലേ? അവളിവിടെ ഇല്ല, ഷോപ്പിങ്ങിന് പോയിരിക്കുക. അയ്യോ, അവളിവിടെ ഇല്ലേ? കുട്ടി കരയാതെ കാര്യം പറയൂ. രാധികയുടെ സ്നേഹിതയാണോ? അല്ല, എന്റെ പേര് കാതര. രാധിക എന്റെ കൂട്ടുകാരിയല്ല, പക്ഷേ ആ കുട്ടിയോട് എന്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതാ ഞാനിപ്പോ വന്നത്. ചാകരക്ക് എന്താ വേണ്ടത്? ചാകരയല്ല, കാതര. ഓ കാതര. കാതര കരയാതെ കാര്യമുണ്ടോ പറയേ. ഞാൻ ഗർഭിണിയാണ്. അതിനുത്തരവാദി അങ്കിൾ. അങ്കിൾ അല്ല, അങ്കിൾ രാധയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഭർത്താവ് ജയൻ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യൂ? മോള് പറഞ്ഞ സത്യമാണോ? അതെ അങ്കിൾ, ദേവിയാണ് സത്യം. എന്റെ വയറ്റിലുള്ള കുഞ്ഞാണ് സത്യം. സമാധാനമായി. മോക്കറിയുമോ, എന്റെ ഏക മകളാണ് രാധിക. ഞാനീ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കള് മുഴുവൻ അവക്കുള്ളതാ. അത് അന്യാധീനപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ ഒരച്ഛന് സഹിക്കുന്ന കാര്യമാണോ? പിന്നെ ജയന്റെ കാര്യം, അവന് സന്താനോത്പാദന ശേഷിയുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. എന്റെ മകള്, അവക്ക് ദൈവം ഒരു കാലത്ത് ഒരു കുറവും വരുത്തുകയില്ല. ധാരാളം പേരക്കിടാങ്ങൾ ഉണ്ടാകുമല്ലോ എന്റെ സ്വത്തുക്കൾ അനുഭവിക്കാനായിട്ട്. ഞാൻ പറയുന്നത്. അയ്യോ, മോൾ ഒന്നും പറയണ്ട, അങ്കിളിന് എല്ലാം മനസ്സിലായി. മോക്ക് എത്ര മാസമായതാ പറഞ്ഞേ? 2 ഈ 2 മാസം എന്നൊക്കെ പറഞ്ഞാ മോൾ ഒരു കാര്യം തീരുമാനിച്ചാ മതി. ഇവിടെ പ്രസവിക്കണോ അതോ ആശുപത്രി പ്രസവിക്കണോ? മോളെ, ഈ 2 മാസം ഗർഭം എന്നൊക്കെ പറഞ്ഞാ ശരീരം നന്നായിട്ട് സൂക്ഷിക്കണം. ഒരുപാട് നേരം നിൽക്കുമെന്ന് വരുന്നത്. ആപ്പിളും കരിക്കും ഒക്കെ കുടിക്കണം. മോള് വേദിക്കേ, അങ്കിൾ ഇപ്പൊ വരാം. എടാ, ആപ്പിൾ എടുത്തോണ്ട് വാടാ. ആ ശങ്കരനോട് പറഞ്ഞ് ആ തെങ്ങിന്റെ മോളിൽ 2 കരിക്കിട്ടോണ്ട് വാ, പെട്ടെന്ന് വാ. അത് മാവാ, അതിന് കൊടുക്കേ.
എത്താനാണ്? ആ പോലീസ് സ്റ്റേഷനല്ലേ? രാവിലെ പത്രം വായിച്ചേ ഉള്ളൂ. പാർട്ടി ഇവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് വന്നാ കൊണ്ടുപോവാം. ആ ഓക്കെ. മോളെ കാതരേ പോയോ? കാതര കഴിവറ പോലെ അമ്മയുടെ ഗർഭം. ദേ ഒരുമാതിരി മറ്റേ പണിയേ ഈ തമ്മനം മറിയത്തിനടുത്ത് വേണ്ട കേട്ടോ. പതുക്കെ പതുക്കെ. എന്തിനാ പതുക്കുന്നേ? എന്നെ പോലീസ് പിടിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ ഈ പരിപാടി? ഇതൊക്കെ കേട്ട അയാൾ ഞെട്ടും ഷോക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞെട്ടിയില്ലേ? ഞെട്ടി. ഈ പ്ലാൻ ഒന്നും അയാളുടെ അടുത്ത് ചെലവാവില്ല. അതൊന്നുമല്ല കുഴപ്പം. നിന്റെ അഭിനയം ഭയങ്കര ഓവറായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞെന്ന 2-3 ഡയലോഗ് നീ മറന്നു. നടത്തവും ഭാവവും ഒക്കെ കണ്ട നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആ തന്തയാണെന്ന് തോന്നുമായിരുന്നു. സംഭവം കലങ്ങിപ്പോയതിന് കാശ് ഇങ്ങോട്ടാണ് തരേണ്ടത്. തനിക്കെന്നെ ശരിക്കറിയില്ല. വരട്ടെ. വരട്ടെ, താൻ എന്ത് എടുക്കണോ കാശ്? തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഏത് നാടകം കളിച്ചോണ്ടിരിക്കുന്നത്? വരട്ടെ. നിക്ക് എന്നിട്ട് പോയാ മതി. എന്നെ നോക്കാൻ എന്തിരിക്കുന്നു? ഇതിനു വേണ്ടി അവള് നാടകമൊന്നും കൊണ്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നതല്ലേ? 300 രൂപയെ കൊണ്ടുപോടോ. 1000 രൂപയെങ്കിലും കിട്ടണം. സംഗതി ഗർഭക്കേസാ. ഈ ഗർഭത്തിന് ഇത്രയൊക്കെ മതി. ഓ അപ്പൊ സംഗതി ഇവിടം വരെ എത്തിയല്ലേ? 1000 രൂപയെങ്കിലും കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നം വരുന്നില്ല. 300 രൂപ കൂടുതൽ ഒരു പൈസ ഞാനും തരില്ല. അവരുടെ ഗർഭമല്ലേ, അത് കലങ്ങി പോവുകയും ചെയ്തു. പിന്നെ പെങ്ങളെ ഗർഭിണിയാക്കിട്ട് നീ മുങ്ങാൻ നോക്കൂടാ. അല്ല ഞാൻ രാധിക ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കുന്നു. അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴല്ലേ അഭിനയമാണെന്ന് മനസ്സിലായത്. പോലീസിനെ വിളിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാ അവൾ ഓടിക്കളഞ്ഞത്. ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ കെട്ടുന്ന വേഷങ്ങളെ. തലയ്ക്കും മുതുകിനും സാരമായ കേട് പറ്റിയിട്ടുണ്ട്. 21 ദിവസം മുടങ്ങാതെ 500 മില്ലി ബ്രാൻഡിയില് 2 കോഴിമുട്ട വീതം അടിച്ചു കുടിക്കണമെന്നാ വൈദ്യര് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ചിൽ നടത്തേണ്ടി വരും. നിന്റെ കാര്യമല്ലടാ പറഞ്ഞത്. ഈ കല്യാണം നടത്താതിരിക്കാൻ ഇനി എന്താണ് ഒരു വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരി, നിനക്കെപ്പോഴും നിന്റെ കാര്യമാണ് വലുത്. എനിക്ക് ഈ തല്ലുകൊണ്ട് എന്റെ അല്പമെങ്കിലും വേദന നിനക്കുണ്ടോ? അതെങ്ങനെയാ നിന്റെ ദേഹത്തിലടാ ഇടികൊണ്ടത്? കടപ്പാട് വേണോടാ, കടപ്പാട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഉണ്ടല്ലോ, കടപ്പാടല്ല കൈപ്പാട്. നിന്റെ മുതുകത്ത് നെഞ്ചത്തൊക്കെ. ദേ ഉണ്ണി എന്നെ കൊണ്ടൊന്നും പറയരുത്. നിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മൊത്തത്തിൽ കലക്കിയിട്ട് ഇടിയും കൊണ്ട് നെഞ്ചും കലങ്ങി വന്നിരിക്കുന്നു. നെഞ്ചു കലക്കിയത് നിനക്ക് വേണ്ടിയാ. അതെ, സ്വന്തം മകളെ കെട്ടാൻ പോകുന്ന ഒരുത്തൻ വേറൊരു പെണ്ണിനെ ഗർഭിണിയാക്കി എന്നറിഞ്ഞപ്പോ കൈകെട്ടിച്ചിരിക്കുന്ന ഒരു അമ്മായിപ്പനോട് വേറെന്ത് പറയാൻ? നക്കിയല്ലേ ജയ, ഈ കളിയിൽ നമ്മൾ തോൽക്കും. ഇപ്പോഴേ തോറ്റിരിക്കുക. സാർ എന്താടോ? സാറിനെ കാണാൻ ഗസ്റ്റ് ഉണ്ട്. അവൻ നക്കിയത് വേറെ ആരും കണ്ടു കാണില്ല. ഹലോ. ഹലോ. ഞാൻ 1-2 സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. അപ്പോഴാ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അല്ല, എനിക്കല്പം തിരക്കുണ്ട്. സോറി. അറിയാം. എനിക്ക് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ വിവാഹമോ? അതെ. അതൊരാൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ വിവാഹം മുടക്കാൻ ജയൻ ആളിനെ വിട്ടിരുന്നല്ലേ? സാരമില്ല. ജയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചെന്ന് വരും. ജയന്റെ മനസ്സിൽ നിന്ന് പഴയ സംഭവങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. കോളേജ് ലൈഫിൽ നടന്ന ഒരു കുറുമ്പായിട്ടേ ഞാനതൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ. സത്യത്തിൽ അന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരാണിന്റെ നേരെ കയ്യോങ്ങാന്നൊക്കെ പറഞ്ഞാ അതൊക്കെ അന്നത്തെ പ്രായം, സിറ്റുവേഷൻസ് അങ്ങനെ ആയിപ്പോയി. ഒരു പക്ഷേ അന്ന് തന്നെ നമ്മൾ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ മാറുമായിരുന്നു. അതിനുള്ള അവസരം ജയനും തന്നില്ല. ഇത് നേരിൽ കണ്ട് പറയാൻ വേണ്ടി ഞാൻ ഒരിക്കൽ ജയൻ അന്വേഷിച്ച് ഹോസ്റ്റലിൽ വന്നിരുന്നു. ജയൻ പഠിപ്പ് നിർത്തി നാട്ടിലേക്ക് പോയെന്ന് വാർഡൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പിന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ ജയനെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ അന്നും ജയനോട് എനിക്ക് പകയോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത് ഇങ്ങനൊരു ബന്ധത്തിനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വരട്ടെ. ആ പിന്നെ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാണ് എനിക്കെല്ലാം. പാവം, ഈ വിവാഹം നടക്കുമെന്ന് കരുതി
ഒരുപാട് സന്തോഷിച്ചിരിക്കുക. അച്ഛനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നാളെ 6 മണിക്ക് ഞാൻ പാർക്കിൽ കാത്തു നിൽക്കും. ഇഷ്ടമില്ല എന്നാണെങ്കിൽ പോലും ഒരു മറുപടി അത്രേ വേണ്ടു.